ഹലോ ഗൈസ്, എല്ലും കപ്പ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത്? നമുക്ക് ഈ കൊച്ചിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു കാം ആൻഡ് ക്വയറ്റായ സ്ഥലത്ത് പോയി എല്ലും കപ്പയൊക്കെ കഴിച്ചാലോ. ഗൈസ്, പ്ലേസ് എവിടെയെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും, അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ടും കാണുക. അവിടെ എല്ലും കപ്പ അല്ലാണ്ട് കയാക്കിങ്ങും റോബോട്ടിങ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഇതാണ് പുഴയോരം ചായക്കട. ഈ വഴി പാസ് ചെയ്ത് പോകുന്ന എല്ലാവരും ഇവിടെ കയറും. എന്തുകൊണ്ടാണെന്നല്ലേ? അതേ ഈ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പയും. ഗൈസ്, ഇതിൻ്റെ കൂടെ ആ സവാളയൊക്കെ ഇട്ടിട്ടാണോ തരുന്നത്. അപ്പം തന്നെ അതിൻ്റെ ലുക്കൊന്ന് മാറും. നമ്മൾ 3 പേരാണ് പോയത്. അപ്പോൾ ഒരെണ്ണം വെച്ച് 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇരുന്നത്. പക്ഷേ അതിൻ്റെ ആ ലുക്കും ടേസ്റ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ 3 പേർക്കും 3 എണ്ണം ഓർഡർ ചെയ്തു. ഗൈസ്, ഇവന്മാർക്ക് രണ്ടുപേർക്കും ആദ്യമേ തന്നെ കിട്ടിയട്ടെ. എനിക്ക് കുറച്ച് വൈകിയാണ് കിട്ടിയത്, കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ. അതിൻ്റെ ഒരു ചെറിയ ദേഷ്യമുണ്ട് എനിക്ക്. എന്നാലും പോട്ടെ എന്ന് വെച്ച് ഞാൻ ആ പുഴയുടെ സൈഡിൽ ചെന്നിരുന്ന്. അവിടെ കടയുടെ മുമ്പിൽ തന്നെ കസേരയും ബെഞ്ചൊക്കെ ഉണ്ട്. എന്നാലും ആ പുഴയുടെ സൈഡിൽ ചെന്നിരുന്ന് അവിടെ ആൾക്കാർ മീൻ പിടിക്കണതും കണ്ട് കയാക്കും ബോട്ടൊക്കെ പോകുന്നതും കണ്ട് കഴിക്കാനൊരു വേറെ ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഈ കപ്പ ബിരിയാണിയിൽ എനിക്ക് ഒരു പീസിൻ്റെ ബീഫ് പോലും എനിക്ക് കിട്ടിയില്ല. എല്ലും കരളും മാത്രം. പോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ എല്ലൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ബീഫിൻ്റെ പീസ് കിട്ടിയില്ല. അങ്ങനെ ഗൈസ്, അവിടെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോഴാണ് അവിടെ കാട ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതാണ് ആ സ്പെഷ്യൽ, കാട ചില്ലി. എത്ര? 50 രൂപ? 100? ഗൈസ്, ഇവന്മാരെന്നോട് 100 രൂപ ഇടാൻ പറഞ്ഞു. ഞാൻ സാധാരണ ഇവന്മാരൊപ്പം പോകുമ്പോൾ ഓസിനടിക്കാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവസാനം 100 രൂപ കൊടുത്തിട്ടാ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ, കാട അടിപൊളിയായിരുന്നു. ആ കാടമുട്ട, പിന്നെ അതും കാടമുട്ടയും ഈ കപ്പ ബിരിയാണിയും കൂടി മിക്സ് ചെയ്തൊക്കെ കഴിച്ച്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഈ ബോട്ടും കയാക്കൊക്കെ മിസ് ചെയ്തിട്ട് പോണത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ അതും കൂടി എടുത്തേക്കാന്ന് വെച്ചിട്ട് അവരോട് പോയി ചോദിച്ച്. അപ്പോൾ ഗൈസ്, ഇവിടെ ആകെ ഒരു കയാക്കേ ഉള്ളൂ. അതിൽ പോയമാർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കയാക്കിങ്ങിന് നോക്കി ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം പോകും. അതുകൊണ്ട് നമ്മൾ പെഡൽ ബോട്ട് എടുക്കാമെന്ന് വെച്ച്. പെഡൽ ബോട്ടിന് 100 രൂപയാണ് വരുന്നത് അരമണിക്കൂർ. കയാക്കിങ്ങിന് 400 രൂപ സംതിങ് ആണ് അരമണിക്കൂർ. അപ്പോൾ എന്തായാലും 4 പേരുടെ പെഡൽ ബോട്ട് 100 രൂപ അരമണിക്കൂറല്ലേ ലാഭം. അപ്പോൾ നമ്മൾ പെഡൽ ബോട്ട് തന്നെ എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ നല്ല സേഫാണ് ബോട്ടിങ്ങൊക്കെ, കാരണം ലൈഫ് ജാക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ബോട്ട് തരുന്ന ആളുടെ നമ്പറൊക്കെ നമുക്ക് തരും. അപ്പോൾ അതോർത്ത് ആരും പേടിക്കണ്ട. നീ പൊറോട്ടിറങ്ങിന്ന് വളച്ചേടാ, ഇത് ഇവന് വളയ്ക്കറിയാമോ? ഇനി ആ കാട്ടിനകത്തോട്ട് പോകും. ഗൈസ്, അരമണിക്കൂറിൻ്റെ റൈഡിന് 15 മിനിറ്റായിട്ട് ഞങ്ങൾ ഇവിടുന്ന് അനങ്ങിയിട്ടില്ല. ഇതിൻ്റെ മെക്കാനിസം ഒന്ന് പഠിച്ചു വരാൻ ഇച്ചിരി കഷ്ടമുണ്ടാ. നമ്മളങ്ങനെ എങ്ങനെയോ ചവിട്ടി അതിൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ നിങ്ങളൊരു സൺസെറ്റൊക്കെ കണ്ട് ഈവനിങ് ഒക്കെ ചില്ല് ചെയ്ത് വരാണെങ്കിൽ ഈ സ്ഥലം ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ വെക്കുക. എടാ, നീ ഓടിച്ചേടാ കുറച്ച് നേരം. തിരിഞ്ഞില്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ സ്റ്റിയറിങ് ഇച്ചിരി ഒരു പണി പിടിച്ച സാധനമാണ്. ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ റൈറ്റിലോട്ട് പോകും, റൈറ്റിലോട്ട് തിരിച്ചാൽ ലെഫ്റ്റിലോട്ട് പോകും. ഗൈസ്, അപ്പോൾ 100 രൂപയ്ക്ക് ചെറിയ റൈഡൊന്നും അല്ലട്ടോ ഇത്. കുറച്ച് ദൂരം അങ്ങോട്ടുണ്ട് കുറച്ച്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ പോകാനൊക്കെ പറ്റും കേട്ടോ 100 രൂപയ്ക്ക്. അപ്പോൾ ഈ സ്ഥലം എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ, ഇത് എറണാകുളത്ത് ഇരുമ്പനത്തിൻ്റെ അടുത്തുള്ള നെടുങ്ങാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. നെടുങ്ങാമ്പുഴ എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവഴിക്കും ബൈ. അപ്പോൾ നമ്മൾ കയാക്കിംഗ് ആണ്. നമ്മുടെ തോണിക്കാരൻ ഷാൻ, അബ്ദുൽ രാജ്